ഹായ് ഓൾ. മെഡിക്കൽ എൻട്രൻസ് ക്രാക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഡോക്ടർ ആവുക എന്നുള്ളത് ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് അല്ലേ? പക്ഷെ അതിനുവേണ്ടി ഒരുപാട് ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകളുണ്ടാവും. പക്ഷേ ഈ പ്രിപ്പറേഷൻ്റെ ഇടയിൽ നമുക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട്, നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ്, കുറച്ചെണ്ണത്തിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, മെഡിസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബയോളജി തന്നെയാണ് അല്ലേ? ബയോളജിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും വരുത്താൻ പാടില്ല എന്നാണ്. ചില ആളുകളെങ്കിലും ചെയ്യുന്നൊരു കാര്യം, ബയോളജി അല്ലേ, അത് പിന്നെ നോക്കാം, അല്ലെങ്കിൽ അതങ്ങനെ കിടക്കട്ടെ എന്ന നിലക്ക് ഇഗ്നോർ ചെയ്യുന്ന ഒരു അവസ്ഥ ചില ആളുകൾക്കെങ്കിലും കാണാറുണ്ട്. പക്ഷേ നമ്മൾ പൊതുവെ പറയാറുണ്ട്, NCERT ബയോളജി ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ബൈബിൾ ഓഫ് നീറ്റ് എന്ന് പറയാറുണ്ട് അല്ലേ? അതായത് മെഡിക്കൽ എൻട്രൻസിന്റെ ബൈബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ എല്ലാം എല്ലാം എന്ന് പറയുന്നത് NCERT ബയോളജി ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അതിലുള്ള ഓരോ മുക്കും മൂലയും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ബയോളജിയിൽ മാക്സിമം മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്സ്, അല്ലെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ അത് പിന്നെ ഓരോ പരീക്ഷയുടെ അവസ്ഥ അനുസരിച്ച്, അതിൻ്റെ ക്വസ്റ്റ്യൻ അനുസരിച്ച് പരമാവധി ഫുൾ മാർക്സ് അല്ലെങ്കിൽ അതിനോടടുത്ത് നിൽക്കുന്ന മാർക്സ്, അതിൽ കുറഞ്ഞ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ എയിം ചെയ്യാൻ പാടില്ല. ബയോളജിയിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് ബാക്കി ഫിസിക്സിലും കെമിസ്ട്രിയിലും ബാക്കി നേടാം എന്ന ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം മെഡിക്കൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഏകദേശം ബയോളജിയിൽ നല്ല ഏറ്റവും മാക്സിമം മാർക്സ് സ്കോർ ചെയ്യും. പിന്നെ അത് മാക്സിമം എത്തിച്ചതിന് ശേഷം പിന്നെ റാങ്ക് നിശ്ചയിക്കുന്നതാണ് ഫിസിക്സും കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജി ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്സ് അത് പിന്നെ സ്ട്രോങ് ആക്കുക. പല ആളുകളും മെഡിക്കൽ എൻട്രൻസ് അല്ലേ, അത് ബയോളജി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതല്ലേ, അതുകൊണ്ട് മാത്സ് ഒന്നും ഇനി ആവശ്യമില്ല. ചില ആളുകളൊക്കെ +1-നും +2-നും ഉള്ള ആ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ എടുക്കുമ്പോൾ മാത്ത് അങ്ങോട്ട് ഒഴിവാക്കും. കാരണം എന്താ, എൻ്റെ എയിം ഡോക്ടർ ആവാനാണ്, അതുകൊണ്ട് എനിക്ക് മാത്സ് ആവശ്യമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അത് വലിയൊരു അബദ്ധമാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് മാത്സ് ഒഴിവാക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് തോന്നുന്നത് എന്താ, മാത്സ് ഇല്ലല്ലോ, എൻട്രൻസിന് മാത്സ് ഇല്ലല്ലോ എന്നാണ്. ശരിയാണ്, എൻട്രൻസിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് മാത്സ് ഇല്ല. പക്ഷേ എൻട്രൻസിൽ എന്ത് വരുന്നുണ്ട്, ഫിസിക്സിലും കെമിസ്ട്രിയിലും കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. ആ കാൽക്കുലേഷൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള മാത്സ് അറിയണം, അതിന് സ്പീഡും വേണം. നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിന് സ്പീഡ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, കാരണം അത് നമുക്കില്ല എങ്കിൽ, ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് അറിയില്ല, അല്ലെങ്കിൽ പിന്നെ ആ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ബാക്കിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുക, ഒന്നുകിൽ ആ ക്വസ്റ്റ്യൻസ് തെറ്റും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് അധികം സമയം എടുക്കും. എൻട്രൻസ് നമുക്കറിയാം, ഓരോ ക്വസ്റ്റ്യൻ്റെ സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് നമ്മൾ അധികം സമയം എടുത്താൽ മറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം പോയി പോകും, നമുക്ക് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൃത്യമായി അത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം നമുക്കില്ലാതാവും. അപ്പോൾ അത് വലിയൊരു അബദ്ധമാണ്. മാത്സ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ബേസിക് മാത്സ് ക്ലിയർ ആക്കാതിരിക്കുക എന്നുള്ളത് നാം ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമായിരിക്കും വൈൽ ദ പ്രിപ്പറേഷൻ ഓഫ് പിന്നെ മെഡിക്കൽ എൻട്രൻസ്. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ചില ആളുകളെങ്കിലും ചെയ്യുന്ന ഒരു വലിയൊരു അബദ്ധമാണ്, ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ബയോളജി പഠിക്കുന്നത് പോലെ കാണാപ്പാഠം പഠിക്കാനോ, അല്ലെങ്കിൽ അത് പിന്നെ തിയറി പഠിച്ചു തീർക്കാനോ ശ്രമിക്കുക. ഫിസിക്സിലെ കുറേ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത്, അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തിട്ട് അതിങ്ങനെ കാണാപ്പാഠം പഠിക്കുക, അല്ലെങ്കിൽ അത് തിയറി പഠിക്കുക എന്നാണ് പറയുക. ആദ്യം തിയറി സ്ട്രോങ് ആയിട്ട് പിന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം എന്നൊക്കെയാണ് നമ്മളോട് തന്നെ പറയുന്ന കുറേ ന്യായങ്ങൾ. പക്ഷേ അത് വലിയൊരു അബദ്ധമായിരിക്കും. നമ്മൾ തിയറി സൈഡ് സ്ട്രോങ് ആയിരിക്കണം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ തിയറി സ്ട്രോങ് ആക്കാൻ നിന്നാൽ നമ്മളിങ്ങനെ പഠിച്ച ഒരു വർഷത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അടുത്ത ആദ്യം തുടങ്ങിയ തിയറി മറന്നു പോയിട്ടുണ്ടാവും, പിന്നെ അത് ശരിയാക്കാം. ഇതിങ്ങനെ സൈക്കിളായി റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തിയറി നോളജ് നമുക്ക് വേണം. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോടുകൂടി ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ തിയറി സൈഡ് തന്നെയാണ് സ്ട്രോങ് ആവുന്നത്, അല്ലാതെ നമ്മൾ വെറുതെ കുറേ മാത്തമാറ്റിക്സ് ചെയ്യല്ലോ ചെയ്യുന്നത്. അതിലെല്ലാം തിയറി ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ തിയറി സ്ട്രോങ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേയിരിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എയിം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ തീർച്ചയായും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും വലിയൊരു അളവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അവയെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം, അതിൻ്റെ സിസ്റ്റത്തെ ട്രസ്റ്റ് ചെയ്യണം. പക്ഷേ അതിനെ മാത്രം റിലേ ചെയ്യാൻ പാടില്ല. അതായത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ജോയിൻ ചെയ്തു, അത് മാത്രം, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ട്രൈ ചെയ്യണം. സപ്ലിമെൻ്റായി പിന്നെ മറ്റ് പിന്നെ റെഫറൻസ് ബുക്കുകൾ വാങ്ങിയിട്ടും, അതുപോലെ തന്നെ പരമാവധി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടും ഒക്കെ നമ്മൾ പരമാവധി അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നാൽ വേറെ ചില ആളുകൾ നടത്തുന്ന ഒരു അബദ്ധമാണത്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നാൽ നമ്മളുടേതായ വഴിക്ക്, ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ വഴിക്ക്, അങ്ങനെയല്ല. മറിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സിസ്റ്റത്തിലൂടെ തന്നെ ആയിരിക്കണം നമ്മളും
പോകേണ്ടത്. കാരണം അത് ഒരുപാട് ഇയേഴ്സ് ആയി അത് അവർ ഡെവലപ്പ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡലായിരിക്കും അവരുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ അതിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതും അതിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ അതിനപ്പുറത്തേക്ക് സപ്ലിമെന്റ്സ് കൂടി സ്വീകരിക്കുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞത് പൊതുവെ നമ്മളൊക്കെ വരുത്തുന്ന വലിയ അബദ്ധങ്ങളാണ്. അതേപോലെ തന്നെ പിന്നെ ഒരു കാര്യം, ചില ആളുകളെങ്കിലും വിചാരിക്കുന്ന ഈ എൻട്രൻസിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ +1 അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അബദ്ധമാണ് ഈ ഡിലേയിങ് എന്ന് പറയുന്നത്. നമ്മൾ വൈകിപ്പിക്കുക. ആയിട്ടില്ല, ശരിയാണ്, എനിക്ക് ഡോക്ടർ ആവണം, അതിന് പ്രിപ്പയർ ചെയ്യണം, പക്ഷെ ആയിട്ടില്ല. അല്ല, ഒരിക്കലും അല്ല. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങണം. എന്ന് വെച്ചാൽ ഇന്ന് തൊട്ട് തന്നെ എൻട്രൻസ് കോച്ചിന് പോകുക എന്നുള്ളതല്ല. അതിന് നിങ്ങളുടേതായ രൂപത്തിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളൊരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമുണ്ട്. കാരണം അതാ, നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന സയൻസ്, മാത്സ് വിഷയങ്ങൾ അതിൻ്റെ ഒരു ലെവലപ്പാണ് നിങ്ങൾ +1 +2 പഠിക്കുന്നത്. കുറച്ചൊരു അഡ്വാൻസ്ഡ് പോർഷൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ സിലബസ്, ഹൈസ്കൂൾ സിലബസ് തന്നെ സയൻസും മാത്സും നന്നായി നിങ്ങൾ പഠിക്കുക. അതിൻ്റെ ഫൗണ്ടേഷൻസ് ക്ലിയർ ആക്കുക. അത് കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ആയി പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് +1 +2 എളുപ്പമാവും. അതിൻ്റെ കൂടെ എൻട്രൻസിനുള്ള പ്രിപ്പറേഷനും കൂടി ആവും. ആ നിലക്ക് നിങ്ങൾ എവിടെയാണുള്ളതെങ്കിലും ആ സമയത്ത് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഹൈസ്കൂൾ തൊട്ടെങ്കിലും നിങ്ങൾ അതിനുള്ള ഒരു മാനസികമായിട്ടും അതുപോലെ തന്നെ പ്രിപ്പറേഷൻസ് വഴിസും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഡോണ്ട് ഡിലേ. ഒരിക്കലും നിങ്ങൾ ഡിലേ വരുത്തരുത്. +1 ആകട്ടെ, 10 കഴിയട്ടെ എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള എക്സ്ക്യൂസസ് നമ്മളെ വലിയ രൂപത്തിലുള്ള അബദ്ധങ്ങളിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുക. അപ്പോൾ നിങ്ങളൊരു ഹൈസ്കൂൾ ഒക്കെ പ്രായമാണെങ്കിൽ തീർച്ചയായും ഇതാണ് റൈറ്റ് ടൈം, ഈ ഒരു സമയത്ത് തന്നെ തുടങ്ങുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം പൊതുവായി പല ആളുകളും വരുത്തുന്ന കുറച്ച് അബദ്ധങ്ങൾ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവരും മെഡിക്കൽ എൻട്രൻസ് ആഗ്രഹിക്കുന്ന, ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.